ഇസ്ലാമികമായ രീതിയിൽ കുടുംബം നയിച്ചു കൊണ്ടുവരുന്ന ഒരാളാണ്. അതേസമയത്തും ഈ ഇസ്ലാമികമായ രീതിയിലല്ലാത്ത ഏത് സംഗതി ഉണ്ടെങ്കിലും അതിനെ എവിടെ വെച്ചും മൂപ്പർ മക്കളായാലും ശരി വേറുള്ള ഏത് ആളാണെങ്കിലും മുഖം നോക്കാതെ മൂപ്പർ അതിന് സംഗതി പറയുന്ന ഒരാളാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അതെല്ലാ സംഗതിയിലും ഇസ്ലാമികമായ രീതിയിലുള്ള സംഗതിയിൽ വ്യത്യാസമുണ്ടെങ്കിൽ അതിനെ ഏത് സമയത്തും എതിർക്കും. മതപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ, തർക്കങ്ങൾ വരുമ്പോൾ അത് പണ്ഡിതന്മാരാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള ബോധത്തോടു കൂടി അത് മതപണ്ഡിതന്മാർക്ക് വിട്ടുകൊടുക്കുകയും അവരുടെ അഭിപ്രായമനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ബാധ്യത വിശ്വാസികൾക്കുണ്ട് എന്ന് രേഖപ്പെടുത്തുകയും ചെയ്ത ഒരു മതാഭിമാനിയായിരുന്നു ബാഫഖി തങ്ങൾ. കേരള രാഷ്ട്രീയത്തിലെ നെടുനായകനായ തങ്ങളെ അനുയായികളും എതിരാളികളും ഒരുപോലെ ആദരിച്ചിരുന്നുവെന്നാണ് കമ്മ്യൂണിസ്റ്റ് ആചാര്യനായിരുന്ന EMS പോലും അനുസ്മരിച്ചത്. സ്വന്തം വിശ്വാസങ്ങളെ നെഞ്ചോട് ചേർക്കുമ്പോഴും ഇതര വിശ്വാസങ്ങളെ ആദരിക്കാനും അവരിലെ നന്മകളെ ഉൾക്കൊണ്ട് അത് പ്രസരിപ്പിക്കുവാനും ബാഫഖി തങ്ങൾക്കുണ്ടായിരുന്ന നൈസർഗിക സിദ്ധി അനിതര സാധാരണമായിരുന്നു. സാമുദായിക സൗഹാർദ്ദത്തിന് വേണ്ടി, മതമൈത്രിക്ക് വേണ്ടി അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ പുതിയ തലമുറ പഠിക്കേണ്ടത് തന്നെയാണ്. ഗുരുവായൂരിലെ ചോറൂണിന് വേണ്ടി കുടുംബസമേതം പോയിരുന്ന കണ്ണൂരിലെ ഹരിദാസിൻ്റെ കുടുംബം സഞ്ചരിച്ചിരുന്ന കാർ കൊയിലാണ്ടിയിൽ ബ്രേക്ക് ഡൗൺ ആവുകയും യാത്ര മുടങ്ങുകയും ചെയ്തപ്പോൾ സ്വന്തം കാറ് വിട്ടുകൊടുത്ത ചരിത്രം രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. തിരിച്ചു വന്ന് അവരെ കുടുംബത്തെ മുഴുവനും കണ്ണൂരിൽ ആക്കിയതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ കാർ തിരിച്ചു വന്നത്. അതുപോലെ തന്നെ പ്രമുഖനായ ഒരു BJP നേതാവ്, അദ്ദേഹം മുസ്ലിം ലീഗിനെതിരെയും അതുപോലെ തന്നെ മുസ്ലിംകൾ പ്രത്യേകം സംഘടിക്കുന്നതിനെതിരെയും പ്രസംഗിച്ച് നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം രാത്രി പ്രസംഗിച്ച് ബസ് കിട്ടാതെ വിഷമിച്ച് പയ്യോടി സ്റ്റോപ്പിൽ നിന്നിരുന്ന ഒരു സന്ദർഭം അദ്ദേഹം അനുസ്മരണത്തിൽ രേഖപ്പെടുത്തുകയുണ്ടായി. ബസ്സൊന്നുമില്ല, വാഹനങ്ങളൊന്നും കൈകാണിച്ച് നിർത്തുന്നില്ല. അപ്പോഴാണ് ബാഫഖി തങ്ങൾ അതിലെ കടന്നുപോയത്. അദ്ദേഹം ഈ BJP നേതാവിനെ കണ്ട് കാറ് റിവേഴ്സ് എടുക്കാൻ പറഞ്ഞു. തിരിച്ച് അദ്ദേഹത്തെ കയറ്റി കൊയിലാണ്ടിയിലെ അടുത്തുള്ള സ്ഥലത്ത് ഈ നേതാവിനെ എത്തിക്കുകയുണ്ടായി. എന്തു തന്നെയായിരുന്നു, എന്ത് അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നാലും വ്യക്തിബന്ധങ്ങൾക്ക് അതൊരിക്കലും തടസ്സമായിരുന്നിട്ടില്ല. മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെയും സീദ് സാഹിബിന്റെയും ഒക്കെ ഒപ്പം പ്രവർത്തിക്കുമ്പോഴും ഇന്ദിരാഗാന്ധിയെയും VV ഗിരിയെയും EMSനെയും ഒക്കെ നന്മകളിൽ അണിനിരത്തുവാനായതും അനുയാത്ര ചെയ്യാനായതും ഇതേ കാരണം കൊണ്ട് തന്നെയാണ്. ഈ മുസ്ലിം ലീഗ് എന്നൊക്കെ അദ്ദേഹം പറയുന്നെങ്കിലും ഒരുത്തരോടും അദ്ദേഹത്തിന് ഒരു വിദ്വേഷമോ വിരോധമോ ഒന്നുമില്ല. ഞങ്ങളെ ഒരിക്കൽ അദ്ദേഹം വീട്ടിൽ കാപ്പി കുടിക്കാൻ ക്ഷണിച്ചു, ബ്രേക്ക്ഫാസ്റ്റിന്. ദേവി ജാണും ഞാനും KK വിശ്വനാഥനുണ്ട്, ഗവർണറൊക്കെ ആയിട്ട് പെൻഷനായി KK വിശ്വനാഥൻ കോൺഗ്രസ് ലീഡർ, ഞങ്ങൾ മൂന്നാളും കൂടെ പോയി. അപ്പോൾ അദ്ദേഹം ധാരാളം സാധനങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരിക. പക്ഷെ ഓരോ തരുമ്പോഴും അദ്ദേഹം പറയും, ഇതുണ്ടല്ലോ ഈ ചമ്മന്തി, ഇത് നിങ്ങൾ കഴിച്ചിട്ടില്ല, കഴിക്കുക, നല്ലതാണെന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾ ഹിന്ദുക്കളുണ്ടല്ലോ, ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഞങ്ങളുണ്ടാക്കുന്നതിനൊക്കെ നല്ല ഭക്ഷണം ഉണ്ടാക്കും. ഒരു നല്ല വാക്കേ മറ്റുള്ളവരെ പറ്റി പറയും, മനസ്സിലായി? നിങ്ങൾ കഴിച്ചോളി. അങ്ങനെ ഓരോന്നോരോന്നും ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. ഒരാളെ പറ്റിയും ഒരു പ്രിജുഡീസിൻ്റെ അപ്രോച്ചില്ലേ, അങ്ങനെയൊന്നും അദ്ദേഹത്തിനില്ല. അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ നന്മകൾ. നമ്മളോടൊക്കെ വളരെ സ്നേഹമാണ്. വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയിട്ടാണ് ആഹാരമൊക്കെ തരുന്നത്, വളരെ താല്പര്യത്തോടു കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹം ഒരു ഉന്നതനായ മനുഷ്യനായിരുന്നു, ഉന്നത ശീർഷൻ. സ്വാർത്ഥതയൊന്നുമില്ല, ഒന്നിനും ഒരു പ്രത്യേക താല്പര്യത്തിന് വേണ്ടി അദ്ദേഹം ഒരു ഗവൺമെൻറ്റിനെയോ മുന്നണിയോ ഒന്നും ഉപയോഗിക്കുകയില്ല. അതേസമയത്ത് അതിൽ നമ്മളുടെ എല്ലാം വികാരങ്ങൾ നന്നായി മനസ്സിലാക്കും, അതിനനുസരിച്ച് പ്രതികരിക്കും. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് അസാധാരണമായ ബഹുമാനമാണ്. ഞാനത് പരസ്യമായി പറഞ്ഞിട്ടുമുണ്ട്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് മുസ്ലിങ്ങളെ പോലുള്ള പിന്നോക്ക വിഭാഗങ്ങൾ സംഘടിത ശക്തിയായി വളരേണ്ടതിന്റെ ആവശ്യകത തങ്ങൾ മനസ്സിലാക്കുന്നത്. 1937 തന്റെ 35ാമത്തെ വയസ്സിലാണ് ബാഫഖി തങ്ങൾ മലബാർ ജില്ലാ മുസ്ലിം ലീഗിന്റെ കമ്മിറ്റി മെമ്പർ എന്ന നിലയിൽ കർമ്മരംഗത്തേക്ക് ഇറങ്ങുന്നത്.
സ്വാതന്ത്ര്യാനന്തരം ലീഗുകാരനാണ് എന്ന ഒറ്റ കാരണത്താൽ ജയിലിൽ പോകേണ്ടി വരുമെന്ന അഭിശപ്ത ഘട്ടത്തിൽ ജനങ്ങൾക്ക് നേതൃത്വമേകാൻ രണ്ടും കൽപ്പിച്ച് ബാഫയ്ക്ക് തങ്ങൾ ഇറങ്ങിത്തിരിച്ചത് ചരിത്രത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു. 1949 മലബാർ ഡിസ്ട്രിക്ട് ബോർഡിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥികളായിട്ടല്ലെങ്കിലും പലരെയും മുസ്ലിം ലീഗിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിപ്പിച്ച് വിജയത്തിന്റെ വെന്നിക്കൊടി പാറിക്കാൻ തങ്ങൾക്ക് സാധിച്ചു. മുസ്ലിം ലീഗിന് സ്ഥാനാർത്ഥിയായി നിൽക്കാൻ ആളെ കിട്ടാത്ത അവസ്ഥ, വോട്ടേഴ്സ് ലിസ്റ്റ് ഏറ്റുവാങ്ങാനോ വോട്ടർമാരെ സമീപിക്കാനോ ആരുമില്ലാത്ത ദൈന്യത, യോഗം പോലും ചേരാൻ കഴിയാത്ത പരിതാപകരമായ അവസ്ഥ, നിരോധനാജ്ഞയും അറസ്റ്റും ഭയന്ന് പൊതുയോഗങ്ങളുടെ പരിസരത്ത് പോലും ജനങ്ങൾ പോകാത്ത സന്ദർഭത്തിലാണ് സീതി സാഹിബ്, MK ഹാജി തുടങ്ങിയവരോടൊപ്പം ബാഫയ്ക്ക് തങ്ങളും ഒരു ഭയവും കൂടാതെ കർമ്മരംഗത്തിറങ്ങിയത്. കേരളത്തിൽ ഒരു മന്ത്രിസഭ അനിശ്ചിതത്വമുണ്ടായപ്പോൾ ഡൽഹിയിൽ രാജ്യസഭാ മെമ്പറായിരുന്ന അച്യുതമേനോൻ തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ വന്നിറങ്ങി. പത്രക്കാർ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കളാണോ അടുത്ത മുഖ്യമന്ത്രി? എനിക്കറിയില്ല, ബാഫയ്ക്ക് തങ്ങളോട് ചോദിക്കൂ എന്ന് അച്യുതമേനോൻ്റെ മറുപടി. ഇത് കേട്ട ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് മനസ്സിലുണ്ടായ ഒരു സന്തോഷവും ഒരു രാഷ്ട്രീയ ദീർഘവീക്ഷണത്തിൽ ബാഫയ്ക്ക് തങ്ങൾ കേരളത്തിൽ കാണിക്കുന്ന ആ സംഭവങ്ങളൊക്കെ മനസ്സിൽ നിന്നും തങ്ങി നിൽക്കുന്ന അനുഭവമാണ്. മറ്റൊരു സംഭവം, കേരളത്തിൽ അച്യുതമേനോൻ മന്ത്രിസഭാ കാലത്ത് കേരളത്തിൽ കൊടുമ്പിരി കൊണ്ട കോളേജ് അധ്യാപക സമരം. ആ സമരം കൊടുമ്പിരി കൊണ്ട് മാസങ്ങൾ നീണ്ടു നിന്നപ്പോഴും അത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ആ സമരത്തിനുള്ള അവസാനിപ്പിക്കാനുള്ള സന്ദേശവുമായി ബാഫയ്ക്ക് തങ്ങൾ വണ്ടി കയറി എന്ന് ഒരു വാർത്ത. ഇങ്ങനെ ഒട്ടനവധി എടുത്തു പറയാവുന്ന സംഭവങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഒരു ചാണക്യനായി പ്രവർത്തിച്ചിരുന്ന ബാഫയ്ക്ക് തങ്ങളെക്കുറിച്ച് വളർന്നു വന്ന് ലീഗിൻ്റെ തന്നെ യൂത്ത് ലീഗിൻ്റെ ഒക്കെ ഒരു എളിയ പ്രവർത്തകനായി പ്രവർത്തിച്ചപ്പോഴും ഉണ്ടായ അനുഭവങ്ങൾ ഒട്ടേറെയാണ്. സംഘടിത സമുദായ ശക്തിക്കെതിരെ ഉയർന്നു വന്ന എതിർപ്പിന്റെ ഉരുക്കുകോട്ടകൾ തട്ടിത്തകർത്ത് പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കാൻ നേതാക്കൾ ഉറച്ചു. ആദ്യ പൊതുയോഗം തന്നെ മഹാവിജയമായിരുന്നു. അവിടെ വെച്ചാണ് ബാഫയ്ക്ക് തങ്ങൾ മുസ്ലിം ലീഗ് എന്താണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തത്. മുസ്ലിം ലീഗിനെ നയിക്കുന്ന പ്രമുഖരിൽ ഒരാൾ ബാഫയ്ക്ക് തങ്ങളാണ് എന്ന തിരിച്ചറിവ് സമുദായത്തിനകത്തുണ്ടായിരുന്ന എതിർപ്പിനെ വലിയൊരളവോളം ഇല്ലാതാക്കി. രാഷ്ട്രീയ പ്രതിയോഗികളെ അന്ധമായി എതിർക്കുന്ന ദുഷ്പ്രവണതയും വ്യക്തികളെ അധിക്ഷേപിച്ചിരുന്നതും തങ്ങൾ എല്ലാ കാലത്തും നിരുത്സാഹപ്പെടുത്തിയിരുന്നു. വ്യക്തികളല്ല, നയങ്ങളെയാണ് എതിർക്കപ്പെടേണ്ടതെന്നും ഏതു പ്രവർത്തനത്തിനും താങ്ങായി നിൽക്കേണ്ടത് രാജ്യത്തോടുള്ള കൂറും ആത്മാർത്ഥതയും അർപ്പണബോധവുമാണ് എന്ന് തങ്ങൾ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്നും കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ അതികായനും അനുകരണീയനുമായി ബാഫയ്ക്ക് തങ്ങൾ ജീവിക്കുന്നത്. നേതാക്കന്മാരും അനുയായികളും ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന സാമാന്യ മര്യാദകളെക്കുറിച്ച് അത് ജീവിതത്തിൽ പകർത്തി കാണിച്ചു കൊടുത്ത ഒരു വലിയ നേതാവ് തന്നെയായിരുന്നു സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫയ്ക്ക് തങ്ങൾ. അദ്ദേഹത്തിൻ്റെ കൃത്യനിഷ്ഠ, അതുപോലെ തന്നെ വാഗ്ദത്ത പാലനം, മറ്റ് രീതിയിലുള്ള സൂക്ഷ്മത ഒക്കെ തന്നെ ഒരു തലമുറക്ക് മുഴുവനും മാതൃകാപരമായ രീതിയിൽ തന്നെയായിരുന്നു എന്ന് ചരിത്രം ഉദ്ഘോഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ചരിത്രം, അത് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ഉപപാഠക പുസ്തകമാക്കി കൊടുക്കണം എന്ന് ഞാൻ പല സ്ഥലങ്ങളിലും അത് പറയുകയുണ്ടായി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സേവന എന്താണ് എന്ന് സമൂഹത്തെ പഠിപ്പിച്ചത് ബാഫയ്ക്ക് തങ്ങളുടെ നേതൃത്വമാണ്. അദ്ദേഹം തീരപ്രദേശത്ത് കോളറിയും വസൂരിയും പടർന്നു പിടിച്ചിരുന്ന കരാള ഭീകരമായ ഒരു കാലഘട്ടത്തിൽ അവിടെ വൾഡിയർ കോർ ഉണ്ടാക്കാനും വീട് വീടാന്തരം സഞ്ചരിച്ച് പ്രതിരോധ നിര കെട്ടിപ്പടുക്കാനും അദ്ദേഹം അനുയായികളെ പ്രേരിപ്പിക്കുകയും സേവനത്തിൻ്റെ രാജപാതയാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയം എന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അതിന് പ്രവർത്തിച്ചവരെ മുഴുവനും അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. മതം ഒരിക്കലും തർക്കിക്കാനും വിജയിക്കാനുമുള്ളതല്ല, അറിയാനും അറിയിക്കാനുമുള്ളതാണ് എന്നുള്ള സന്ദേശമായിരുന്നു ബാഫയ്ക്ക് തങ്ങളുടെ ജീവിത സന്ദേശം. മറ്റു പലരും പിതൃത്വം ഏറ്റെടുക്കാൻ വെമ്പൽ കൊള്ളുന്ന ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയതിന്റെയും കേരളത്തിലെ അധസ്ഥിതരിൽ അധസ്ഥിതരായ ഒരു ജനതയെ മലപ്പുറം ജില്ലാ രൂപീകരണത്തിലൂടെ കേരളത്തിന്റെ മുഖ്യധാരയിലെത്തിച്ചതിന്റെയും നേരായ അവകാശം ഏറ്റവും ഒടുവിൽ ചെന്നെത്തുക ഒരുപക്ഷെ ബാഫയ്ക്ക് തങ്ങളിലാണ്. കേരള രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിലേക്ക് ബാഫയ്ക്ക് തങ്ങൾ കടന്നുവന്നത് 1956 നവംബർ 11 എറണാകുളത്ത് വെച്ച് ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ അധ്യക്ഷതയിൽ നടന്ന
മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് സംസ്ഥാന പ്രസിഡന്റായി അവരോധിച്ചതിന് ശേഷമാണ്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റായി അദ്ദേഹം തുടരുന്ന കാലത്താണ് കേരള രാഷ്ട്രീയത്തിലെ പാകധേയം സ്വന്തം പോക്കറ്റിൽ മുത്തുപണി പോലെ ഭദ്രമായി സൂക്ഷിച്ചത്. 1968-69 കാലഘട്ടങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ ഉരുണ്ടുകൂടിയ കാർമേഘം പെയ്തൊഴിഞ്ഞത് 67 EMS മന്ത്രിസഭയുടെ തകർച്ചയിലായിരുന്നു. സപ്തകക്ഷി മുന്നണിയുടെ തകർച്ച മൂലം കേരള രാഷ്ട്രീയത്തിലുണ്ടായ അരക്ഷിതാവസ്ഥയ്ക്ക് പരിഹാരമെന്നോണം അന്ന് MP ആയിരുന്ന C. അച്യുതമേനോനെ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്ന് സംസ്ഥാനത്തിന്റെ ഭരണ നേതൃത്വം ഏൽപ്പിച്ചു കൊടുത്തത് ബാഫയ്ക്ക് തങ്ങളായിരുന്നു. ചേലാട്ട് അച്യുതമേനോൻ എന്ന C. അച്യുതമേനോൻ സുസ്ഥിരമായ ഭരണം കാഴ്ചവെച്ചത് നീണ്ട 7 വർഷക്കാലം. ബാഫയ്ക്ക് തങ്ങളോട് എനിക്ക് സാമാന്യമായ ബഹുമാനവും ആദരവുമുണ്ട്. അതിൻ്റെ പ്രധാന കാരണം അദ്ദേഹം ഞങ്ങളെപ്പോലെയൊക്കെ ഒരുപാട് ശബ്ദവും കോലാഹലവും ഒന്നും ഉണ്ടാക്കുന്ന ഒരാളായിരുന്നില്ല. വളരെ ഉയർന്ന വിദ്യാഭ്യാസവും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനായിരുന്നു. എന്നാൽ രാഷ്ട്രീയത്തിലെ ഏത് സങ്കീർണമായ പ്രശ്നത്തിൻ്റെയും ഉള്ളറകൾ ഒരൊറ്റ നോട്ടം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ക്രാന്തദർശിയായിരുന്നു അദ്ദേഹം. ഒരുപാട് സന്ദർഭങ്ങളിൽ ഞങ്ങളെ വിസ്മയമുളവാക്കുന്ന തരത്തിൽ അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിന് പരിഹാരങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യും. ഞാൻ ഒരിക്കലും മറക്കാത്തൊരനുഭവം നിങ്ങളോട് പറയാം. 70 അച്യുതമേനോൻ്റെ ഗവൺമെൻറ് ആദ്യമായി ഉണ്ടാക്കിയത്. അപ്പോൾ ഭൂരിപക്ഷമൊന്നുമില്ല, അങ്ങനെ ഇരിക്കുന്നു. ആ ഗവൺമെൻറ് ഒരു കൊല്ലം കഴിഞ്ഞില്ല. അതിന് മുമ്പ് ആ ഗവൺമെൻറ്റിനെ പുറത്താക്കണമെന്ന് അന്നത്തെ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ നമ്മൾ PR കുറുപ്പ് ഉൾപ്പെടെയുള്ള ചിലർ കൂടി ആലോചിച്ച് തീരുമാനിച്ചു. എല്ലാവരും അതിന് അനുകൂലമല്ല. എന്നാൽ അല്ലെങ്കിൽ ശ്രീധരനൊക്കെ ഉണ്ട്. ശ്രീധരനെല്ലാം അതിനെതിരായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് ഞങ്ങളെല്ലാവരും കൂടെ കുടുംബ അച്യുതമേനോൻ്റെ സാന്നിധ്യത്തിലാണ്. ബാഫയ്ക്ക് തങ്ങളുണ്ട്, CH മുഹമ്മദ്, കുരുക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. കുറിപ്പിങ്ങനെ വന്ന് വലിയ തർക്കങ്ങളും ചണ്ടയും ഒക്കെ ആയി. അപ്പോൾ ബേബി ജാണും ഞാനും ഒക്കെ ഉണ്ട്. ബേബി ജാണിനോട് തങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. ബേബി ജാണാണെങ്കിൽ തങ്ങളോട് വലിയ ബഹുമാനമായിരുന്നു. അപ്പോൾ ഇങ്ങനെ തർക്കങ്ങൾ മൂർച്ഛിച്ച് വഴക്ക് വല്ലാതെ മൂർച്ഛിച്ച് ആരെങ്കിലും ശ്രീധരനും കുറിപ്പുമായി തന്നെ വഴക്കായി. അങ്ങനെ ഇരുന്നപ്പോൾ ദേവി ജാണിനെ എന്നെ ഇദ്ദേഹം വിളിച്ച് പുറത്തോട്ടാണ് വിളിച്ച്. ഞങ്ങളങ്ങോട്ട് ഇരുന്നപ്പം ബാഫയ്ക്ക് തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് കുട്ടികളെ കാര്യം മനസ്സിലായിട്ടുണ്ടോ? എന്താ? ഓന് നമ്മുടെ ഗവൺമെൻറ്റിനെ മറിക്കാൻ തീരുമാനിച്ചു എന്നൊക്കെ. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യണം, നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. നമ്മൾ ചീഫിനോട് പറയാൻ പോവുക, അത് മുഖ്യമന്ത്രിയോട്. ഞങ്ങൾ ചോദിച്ചു, എന്തുവാ? നമ്മുടെ കുട്ടികളോടൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല, എന്നുവെച്ചാൽ CH മുതലോടും പറഞ്ഞിട്ടില്ല. അപ്പം തോന്നിയതാ, എന്തുവാ അത്? ഇപ്പം തന്നെ നമുക്കൊന്ന് പിരിയണം. പിരിഞ്ഞാലേ ഞാൻ ഇപ്പം തന്നെ അങ്ങ് പോകും. ഒരു വീട്ടിലും കറത്തില്ല, ഒന്നുമില്ല. ഞാൻ നേരെ കോഴിക്കോട്ടേക്ക് പോകും. വിളക്കുമ്പോൾ കോഴിക്കോട്ടില്ല. അപ്പോഴത്തേക്ക് ഇതങ്ങ് പിരിച്ചു വിടണം. അപ്പോൾ എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയാം, അതൊക്കെ നമ്മുടെ ചീഫിൻ്റെ കാര്യമപ്പം, നമുക്കൊരു കാര്യമല്ലേ. CH കുരുക്കളും ഉൾപ്പെടെ ഒരാളോടും പറയാതെ ഞങ്ങളും അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വേറെ വഴിയില്ല, മറ്റൊരു വഴിയില്ല. അദ്ദേഹം അത് പറഞ്ഞതുപോലെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ കോഴിക്കോട്ടേക്ക് അങ്ങ് പോയി. ആരോടും പറയാതാണ് അന്നത് പിരിച്ചു വിട്ടു. അദ്ദേഹം മുഖ്യമന്ത്രിയോട് അച്യുതമേനോട് സംസാരിച്ച് വെച്ചാൽ പോയി. CHൻ്റെ അങ്ങോട്ടും പോയില്ല, ഗുരുക്കളുടെ അങ്ങോട്ടും പോയില്ല. അവിടെ ചെന്ന് കോഴിക്കോട്ട് ഇതുപോലെ തന്നെ പത്രക്കാർ രാവിലെ ചോദിച്ചു. അപ്പോൾ അതൊക്കെ നമ്മുടെ ചീഫിൻ്റെ കാര്യമപ്പം, പിരിച്ചുവിട്ടെങ്കിൽ പിരിച്ചുവിട്ടു. അപ്പോൾ ഏത് രാഷ്ട്രീയത്തിൻ്റെ ഉള്ളറകളിൽ നമ്മൾ പ്രത്യേകം നമ്മളെയൊന്നും കണ്ണിൽപ്പെടാത്ത നീങ്ങുന്ന ഏത് കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള അസാധാരണമായ ശേഷി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതേസമയത്ത് വളരെ ലളിതമായി സംശുദ്ധമായ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ. 1972 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഒരേ സമയം സിംഹമായും മുയലായും പ്രവർത്തിച്ച കരുത്തിന്റെ കാതലായ ഖായിദെ-മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ നിര്യാണത്തോടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റായി ബാഫയ്ക്ക് തങ്ങൾ അവരോധിക്കപ്പെട്ടു. ഏതു പ്രതിസന്ധി ഘട്ടത്തിലും സങ്കീർണ പ്രശ്നങ്ങളിലും ഒരു ഇഞ്ചു പോലും ഇളകാതെ മഹാമേരു പോലെ തല ഉയർത്തിപ്പിടിക്കാൻ തങ്ങൾക്ക് കരുത്തേകിയത് ഉള്ളിൽ ഉരുക്കുപോലെ ഉറച്ച ഈശ്വരവിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ്. 5 നേരത്തെ നമസ്കാരം അതിന്റെ കൃത്യസമയങ്ങളിൽ ഏതവസ്ഥയിലും തങ്ങൾ നിർവഹിക്കുമായിരുന്നു. ഒരിക്കൽ ഹജ്ജ് കർമ്മത്തിനായി ജിദ്ദയിലേക്ക് പറക്കവേ വിമാനത്തിന്റെ 2 എഞ്ചിനുകളും പ്രവർത്തനരഹിതമായപ്പോൾ പോലും
ഒട്ടും ഭീതി കൂടാതെ അദ്ദേഹം സുബഹി നമസ്കരിച്ചതിന് ചരിത്രം സാക്ഷി. അതേ യാത്രാ